മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. മൂന്നാഴ്ചത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് മന്ത്രിസഭ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചെയ്യുന്നത്. 37 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ റോഡ് ഷോ നാഗ്പൂരിൽ നടന്നു. कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा मंत्री म्हणून माझी कामे निष्ठापूर्वक व सतत विवेकबुद्धीने पार पाडीन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी ममत्वभाव किंवा आकस न बाळगता ദേവേന്ദ്ര ഫഡ്നാവിസ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേർന്നു. അഭിലാഷ്, പുതുമുഖങ്ങൾക്കടക്കം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭ, പ്രധാനപ്പെട്ട ഏതെല്ലാം ദേശീയ നേതാക്കളടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട് ചടങ്ങിൽ? അപർണ, മഹായുതി സഖ്യം മഹാരാഷ്ട്രയിൽ മിന്നുന്ന വിജയം നേടിയതിനു ശേഷം 10 ദിവസങ്ങൾ എടുത്തതിന് ശേഷം ആണ് മുഖ്യമന്ത്രിയെ തന്നെ നിശ്ചയിക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച് 20 ദിവസങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയതിനു ശേഷം 20 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സർക്കാരിന്റെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ വികസനം സാധ്യമാകുന്നത്. നിലവിൽ 37 MLA-മാർ ആണ് മന്ത്രിസഭയുടെ ഭാഗം ആകുന്നത്. ഇതിൽ BJPയിൽ നിന്ന് 19, NCPയിൽ നിന്ന് 7, ശിവസേനയിൽ നിന്ന് 11 MLA-മാർ വീതം മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. അങ്ങനെ 40 അംഗ മന്ത്രിസഭ. നേരത്തെ മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രിമാർ എന്നിവർ കൂടി ചേരുമ്പോൾ 40 അംഗ മന്ത്രിസഭ. അതേസമയം ഈ മണിക്കൂറുകളിലും ഈ വകുപ്പ് വിഭജനം ആരൊക്കെ എന്നത് സംബന്ധിച്ച കൃത്യത വന്നിട്ടില്ല. മാത്രവുമല്ല, സാധാരണ മന്ത്രിമാരുടെ ഒരു ലിസ്റ്റ്, ആരൊക്കെയാണ് നിയുക്ത മന്ത്രിമാർ എന്നത് സംബന്ധിച്ച ലിസ്റ്റൊക്കെ മാധ്യമങ്ങൾക്ക് നൽകാറുണ്ട്. എങ്കിൽ ഇപ്പോൾ അതും നൽകിയിട്ടില്ല. നിലവിൽ 15 അംഗങ്ങൾ ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നാഗ്പൂരിൽ ഇപ്പോഴും സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോർട്ട്ഫോളിയോ ആർക്കൊക്കെ എന്നത് സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും കൈവരികയും ചെയ്തിട്ടില്ല. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുതിർന്ന നേതാവ് ചന്ദ്രശേഖർ ബവാങ്കുലെ ആയിരുന്നു. അതിനുശേഷം രാധാകൃഷ്ണ വിഖെ ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. BJPയിലെ 19 മന്ത്രിമാരിൽ 3 പേർ വനിതകളായിരിക്കും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതിൽ പങ്കജ് മുണ്ടയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിചയസമ്പന്നരെ നിലനിർത്തിക്കൊണ്ടും അതേസമയം പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടും ഉള്ള ഒരു ക്യാബിനറ്റ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. NCPയിൽ നിന്ന് ധനഞ്ജയ് മുണ്ടെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സഞ്ജയ് റാത്തോഡ് ശിവസേനയിൽ നിന്ന് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തവരുടെ പട്ടികയിലേക്ക് വരുന്നു. ഉദയ് സാമ്രാൻ ആണ് മറ്റൊരു നേതാവ് ശിവസേനയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ജയകുമാർ റവാൽ ആണ് BJPയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റൊരു നേതാവ്. ഇങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കൃത്യമായൊരു ലിസ്റ്റ് ഇപ്പോഴും ഈ ക്യാബിനറ്റിന്റെ ഭാഗമാകുന്നവരുടെ സംബന്ധിച്ച് പുറത്തുവിട്ടിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമ്പോൾ മാത്രമാണ് ആരൊക്കെയാണ് പട്ടികയിൽ എന്നത് അറിയാൻ സാധിക്കുന്നത്. അപർണ. KP അഭിലാഷ്.